കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഒരു കാർ കേക്കിന് ഓർഡർ ഇട്ടിട്ട്. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ചെയ്യാൻ എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഞാൻ റൗണ്ട് കേക്കിൽ ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്തിട്ടാട്ടോ കാറിൻ്റെ ഷേപ്പിലാക്കിയിരുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ കട്ട് ചെയ്ത് നോക്കി, പിന്നെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും കട്ട് ചെയ്തിട്ടൊക്കെ കേട്ടോ ഈ ഒരു ഷേപ്പിലെങ്കിലും ആക്കിയെടുത്തത്. സംഭവം ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഞാൻ യൂട്യൂബൊക്കെ നോക്കി വീണ്ടും കുറേ സെർച്ച് ചെയ്തിട്ടാട്ടോ ഈ ഒരു ഷേപ്പിലാക്കിയെടുത്തത്. കസ്റ്റമർ സെലക്ട് ചെയ്ത മോഡലിൽ നല്ല റെഡ് കളർ കാറായിരുന്നു, പക്ഷെ അത്രയും കളർ ആഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് കളറിലൊന്നും ഇങ്ങോട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ ഫുള്ളായിട്ട് നോസിൽ ഡിസൈനാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ വിൻഡോസും ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇതേപോലത്തെ ഒരു നോസിൽ ഡിസൈനാട്ടോ ചെയ്ത് കൊടുക്കണം. ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ തന്നെ സെയിം കളർ കാർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ബ്ലൂ കളറിലും കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ ഈ ഒരു കാറിൻ്റെ മോഡൽ വരുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു നോസിൽ ഡിസൈൻ തന്നെ കേട്ടോ കൊടുക്കാനുള്ളത്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രീം കാണും, അതുകൊണ്ടാണ്. കാറിൻ്റെ വീൽസായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓറിയോ ബിസ്ക്കറ്റ് ആട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോണ്ടൻ വാക്സ് ആട്ടോ ഈ ഒരു കാറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ കേക്കിന് ടോട്ടൽ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 1.5 kg ആണ്.